പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദൃശ്യം 3 ഇങ്ങനെ കത്തിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പം ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പല വീഡിയോ ചാനലുകളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. സന്തോഷമുള്ളൊരു കാര്യമാണ്. ദൃശ്യം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയും അതുപോലെ മലയാള സിനിമയെ തന്നെ ഇളക്കി മറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ദൃശ്യം 3. അപ്പം ഒഫീഷ്യലായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതും പ്രകാരം 50,35,00,000 രൂപയുടെ ആണ് ഇന്നലെ ഒറ്റ ദിവസം ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തത് എന്നാണ് ഒഫീഷ്യലായിട്ട് വരുന്ന പോസ്റ്ററിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. അൺഒഫീഷ്യലായിട്ട് അത്രയും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഇന്നലെ ആദ്യ ദിവസം കളക്ട് ചെയ്തത് ഏകദേശം 11,05,00,000 രൂപയായിട്ടാണ് പറയുന്നത്. അത് ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഞെട്ടിപ്പിച്ചത് എന്ന് പറയുന്നത് ഇവിടെ ഒന്നും അല്ല, അന്യനാട്ടുകൾ, വിദേശ രാജ്യങ്ങൾ. നമുക്കറിയാം കേരളത്തിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഇപ്പം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ USA, അയർലൻഡ്, ജർമ്മനി, എനിക്ക് തോന്നുന്നു 10-66 രാജ്യങ്ങളിലുണ്ടേ. ചില രാജ്യങ്ങളിലൊന്നും പേര് പോലും എനിക്കറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അവിടെ എല്ലാം ഓപ്പണിംഗ് ഡേ ഒരു ഇന്ത്യൻ സിനിമയെ നേടിയ ഏറ്റവും വലിയ കളക്ഷൻ നമ്മുടെ ദൃശ്യം 3 കൊണ്ടുവന്നിരിക്കുകയാണ്. ചില രാജ്യങ്ങളിലൊക്കെ എമ്പുരാനാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അത് സന്തോഷമുള്ളൊരു കാര്യമല്ലേ. ഏതായാലും ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് കേരളത്തിലെ കളക്ഷൻ നമ്മൾ പറഞ്ഞു 11,05,00,000 രൂപയാണ്. അതുപോലെ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ്? കർണാടക നമുക്കറിയാം, ലാലേട്ടൻ്റെ ഒരു കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കർണാടക ഒരു തൂക്കും എന്ന് ഏകദേശം അറിയും. പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ ലാലേട്ടൻ പടങ്ങൾ ഒരു കൊലത്തൂക്കായിരിക്കും നടത്തുന്നത്. അവിടെ അതുപോലെ തന്നെയാണ് കർണാടകത്തിൽ നിന്ന് വരുന്ന കളക്ഷൻ. ഏകദേശം 2,96,00,000 രൂപ ആദ്യ ദിവസം തന്നെ കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അത് മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. കാരണം അന്യനാട്ടിലൊക്കെ പോയി 2,96,00,000 ദിവസം ആദ്യത്തെ ദിവസം തന്നെ തൂക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് ഉള്ളി ആൻഡ് ലാലേട്ടൻ പവർ എന്ന് തന്നെ പറയാം. തെലങ്കാനയിലും ആന്ധ്രയിൽ നിന്ന് 2,20,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. 1,30,00,000 രൂപയാണ് തമിഴ്നാട് കളക്ഷൻ. ഹിന്ദി ബെൽറ്റിൽ നിന്ന് 1,38,00,000 രൂപയും ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 20 കോടിക്കടുത്താണ് ഇന്ത്യയിൽ നിന്നും മാത്രമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം അന്യരാജ്യങ്ങളിലാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലയോ, ഈ ഗൾഫ് നാടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ വമ്പൻ കളക്ഷനാണ്. കാരണം ടിക്കറ്റ് കിട്ടാൻ വയ്യാത്ത അവസ്ഥയാണ്. നമുക്ക് പലരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർമാരും ഒക്കെ വിളിച്ച് പറയാനുണ്ട്, ചേട്ടാ ടിക്കറ്റ് കിട്ടിയില്ല, ഒരു രക്ഷയില്ല, ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ഇന്ന് യാതൊരു രക്ഷയില്ല, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പെരുന്നാളിൻ്റെ അവധിയാണ്, ഇനിയും കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. ഏതായാലും അങ്ങനെ ദൃശ്യം 3 നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മേലെ ദൃശ്യം 3 ഇങ്ങനെ ജൈത്രയാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് 50,35,00,000 കേരളത്തിൽ നിന്ന് മാത്രമായി 11,05,00,000 രൂപയാണ് ഇന്നലെ ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് ശ്രദ്ധിക്കുക, ഇതൊരു കുടുംബ ചിത്രമാണ്, ബഡ്ജറ്റ് വളരെ കുറവാണ്. ആ ചിത്രമാണ് ഈ മാതിരി തൂക്ക്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ 50 കോടി ചിത്രമാണ് ആ ഫസ്റ്റ് ഡേ. ആദ്യത്തെ ചിത്രം എമ്പുരാനായിരുന്നു, രണ്ടാമത്തെ തുടരുമല്ല ദൃശ്യം 3. അപ്പം പുതിയ റെക്കോർഡുകളും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, പുതിയത് വേറെ ഉണ്ട് കേട്ടോ. ഓക്കെ, ബൈ.